സ്നേഹിതരെ, സല്യൂട്ട്. വളരെ പ്രതീക്ഷയോടുകൂടി നിർഭയ കേരളത്തിൻ്റെ നോഡൽ ഓഫീസറായി ഞാൻ പോയപ്പോൾ നിരാശയായിരുന്നു ഫലം എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അവിടെ ഏകദേശം 5 മാസമേ ഞാൻ ഇരുന്നിരുന്നുള്ളൂ. 2014 ജൂലൈ ആദ്യം അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ എന്നെ ഫോണിൽ വിളിക്കുകയും ശ്രീലേക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. അതെന്നെ കുറച്ച് അത്ഭുതപ്പെടുത്തി. കാരണം അതുവരെ അവിടെ ജോലി ചെയ്തിരുന്നത് വളരെ പ്രഗത്ഭരായിട്ടുള്ള, കേരളം ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു വടക്കേ ഇന്ത്യൻ ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ ഋഷിരാജ് സിംഗ് IPS ആയിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിരുന്നതായിട്ട് എനിക്കറിയാം. പത്രമാധ്യമങ്ങളിലൂടെ ഒരുപാട് പ്രശസ്തി നേടിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ യശസ് നല്ല ഉയർന്നു നിന്നിരുന്ന സമയമായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നു എന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. കാരണം ഒരു ചെറിയ പ്രശ്നം ആ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് പോസ്റ്റ് ചെയ്തു. 2014 ജൂലൈ 9-ാം തീയതി ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ചാർജ് എടുത്തു. ഋഷിരാജ് സാറ് വന്ന് ചാർജ് ഹാൻഡ് ഓവർ ചെയ്തു. അദ്ദേഹം എനിക്കൊന്ന് ഏകദേശം 2 വർഷത്തോളം അവിടെ കമ്മീഷണറായിട്ട് ഇരുന്നതാണ്. വലിയ ഒരു സെൻഡ് ഓഫ് ഫംഗ്ഷനാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തത്. എന്തുമാത്രം സ്വീകാര്യനായിരുന്നു അദ്ദേഹം ആ ഓഫീസിലുള്ള എല്ലാവർക്കും എന്ന് ചടങ്ങിലെ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി. വളരെ നല്ല വിജയം കൈവരിച്ച ഒരാളിരുന്ന ഒരു പദവിയിലേക്ക് വേറൊരു ഓഫീസർ വരുമ്പോൾ പലപ്പോഴും ഒരു നിരാശ തോന്നാറുണ്ട്. കാരണം അതുപോലെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നിരാശ. ചില സമയത്തെങ്കിലും താഴോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു നിസ്സഹകരണ മനോഭാവം, ഇതിന് മുമ്പ് എന്ത് നല്ലതായിരുന്നു എന്നൊക്കെയുള്ളൊരു ധാരണ അവരുടെ മുഖത്തൂടെയൊക്കെ പോകുന്നത്, മിന്നി മറിഞ്ഞു പോകുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു നല്ല ഓഫീസറെ ഇരുന്നിട്ട് പോകുന്ന ഒരു പോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ജനങ്ങളുടെ സപ്പോർട്ട് വാങ്ങിക്കൊണ്ട്, ജനങ്ങളിൽ നിന്നും ഫീഡ്ബാക്ക് തേടിക്കൊണ്ടാണ് അദ്ദേഹം ആക്സിഡൻറ്റുകൾ കുറയ്ക്കാൻ നടപടി സ്വീകരിച്ചത്. അതിന് അദ്ദേഹം 3-ാം കണ്ണ്, തേർഡ് ഐ എന്നൊക്കെ പേരിട്ട് ഒരു ആപ്പ് തുടങ്ങാനുള്ള ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. ആപ്പില്ലെങ്കിലും ഒരു നമ്പർ അദ്ദേഹം തുടങ്ങിയിരുന്നു. അദ്ദേഹം ട്രാഫിക് IG ആയിട്ട് ജോലി ചെയ്തിരുന്ന സമയത്താണ് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു പൊതു നമ്പർ, ഒരു മൊബൈൽ ഫോണിൻ്റെ നമ്പർ വന്നത്. ഏത് വിവരവും എപ്പോഴും വിളിച്ച് ധരിപ്പിക്കാം പോലീസിനെ, ഞങ്ങൾ അവിടെ ഓടിയെത്തും എന്ന് പറഞ്ഞിട്ട് 984600 എന്നുള്ള നമ്പർ അതിപ്പോഴും നിലവിലുണ്ട്. ഒരു നവീകരണത്തിൻ്റെ പാതയിൽ പല കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. മോഡേണൈസേഷൻ നല്ല തോതിൽ നടക്കുന്നുണ്ടായിരുന്നു. ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സ്റ്റേഷൻസും സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ്, കമ്പ്യൂട്ടർവൽക്കരണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഞാനും തുടങ്ങിയത്. ആദ്യം കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് എന്നെ ആലോചിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. എൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ, എൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ആയിട്ടുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും എൻ്റെ കൂടെ വന്ന അനിൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെയും ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ കൊണ്ട് നടക്കുകയും അവരെ കൊണ്ട് ചില രഹസ്യ വിവരങ്ങൾ ശേഖരിപ്പിക്കുകയും ചെയ്തു. കൂടാതെ പോലീസിലെ എൻ്റെ കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ RTO ഓഫീസുകളിലും ഒന്ന് നോക്കാൻ പറയുകയും, ഞാൻ നേരിട്ട് എല്ലാ RTO ഓഫീസുകളും വിസിറ്റ് ചെയ്തു. ആദ്യത്തെ 6-7 മാസം കൊണ്ട് മിക്കവാറും എല്ലാ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസുകളും ജില്ലകളും ഞാൻ വിസിറ്റ് ചെയ്തു. അവിടെ കൂടി നിന്ന ജനങ്ങളോട് ഞാൻ നേരിട്ട് ഇൻ്ററാക്റ്റ് ചെയ്തു. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഏതെങ്കിലും ഫയലുകൾ വർഷങ്ങളായിട്ട് പെൻഡിങ് ആയിട്ട് ഇരിപ്പുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ നേരിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്ത പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അതുകൂടാതെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥരെയും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അഴിമതി എവിടെയൊക്കെ നടക്കുന്നുണ്ട്, ജോലി കൃത്യമായിട്ട് ചെയ്യാത്തവരാരൊക്കെയുണ്ട്, ഈ ഓഫീസറിൻ്റെ സ്വഭാവം എന്താണ്, മറ്റേ ഓഫീസറിൻ്റെ സ്വഭാവം എന്താണ്, എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വിവരം ശേഖരിച്ച ശേഷം ഞാൻ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ പല ഉദ്യോഗസ്ഥർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നൊരു സത്യമാണ് ആദ്യമൊക്കെ. പക്ഷെ അതൊക്കെ പതിയെ ഞാൻ മാറ്റിയെടുത്തു. നിങ്ങളുടെ തന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഒരമ്മ മക്കളോട് ചെയ്യുന്ന പോലെയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാസവും ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും എല്ലാവരോടും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമായിരുന്നു ഇത്. ആത്മാർത്ഥതയോടുകൂടി കൃത്യനിർവഹണം നടത്തുക, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവസരം വന്നാൽ ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നും പറഞ്ഞിരുന്നു. ഇതിനിടയിലൂടെ വന്ന 2-3 വിജിലൻസ് നടപടികൾ, വിജിലൻസ് എപ്പോഴും കയറി ഇറങ്ങാറുണ്ട് ഓഫീസുകളിൽ, പക്ഷേ 2-3 വിജിലൻസ് ആക്ഷൻ കുറച്ച് ഹൈ ഹാൻഡഡ് ആണ്, ആവശ്യമില്ലാത്തതായി പോയി എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ നേരിട്ട് വിജിലൻസ് ഡയറക്ടറെ പോയി കാണുകയും അവിടെ വിജിലൻസ് ഓഫീസേഴ്സിനെ വിളിച്ച് പറയുകയും ഇതിന് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കണം, നിങ്ങൾ ചെയ്ത് ശരിയല്ല, ശരിക്കുമുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞ് ചില സമയത്ത് റെക്കോർഡൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പം നമ്മുടെ എല്ലാ വർക്കും തടസ്സപ്പെടും. അപ്പം അങ്ങനെയുള്ള ഒരു പരിഹാര മാർഗവും ഇതിനിടയിലൂടെ ഞാൻ ചെയ്തെടുത്തിരുന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏത് നമ്പറിലേക്കും, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏത് നമ്പറിലേക്കും ജനങ്ങൾ ഫോൺ വിളിച്ചാൽ ഒരു റിംഗ് ടോൺ കേൾക്കണമെന്നും ആ റിംഗ് ടോണിനകത്ത് ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയുടെ മെസ്സേജ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുമുള്ള ആശയത്തിൽ
ഞാൻ പ്രമുഖ ചലച്ചിത്ര താരം നമ്മുടെ സൂപ്പർ സ്റ്റാർ ശ്രീ സുരേഷ് ഗോപിയെ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഓഡിയോ ചെയ്ത് തരാമോ? അതിനകത്ത് ഞാൻ പറയാം, ഇന്ന കാര്യങ്ങൾ പറയണം, നിങ്ങൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം, എന്തെങ്കിലും വിധത്തിലുള്ള അപകടം ഉണ്ടായാൽ ഉടനെ തന്നെ ഇന്ന നമ്പറിലും ഇന്ന വെബ്സൈറ്റിലും അറിയിക്കണം, മദ്യം കുടിച്ച ശേഷം വണ്ടി ഓടിക്കുന്നത് ആപത്താണ്, മൊബൈലിലൂടെ ദയവ് ചെയ്ത് സംസാരിക്കരുത്, ഹെൽമെറ്റ് ധരിക്കൂ, കൃത്യമായി സീറ്റ് ബെൽറ്റ് ഇടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അവയർനെസ് മെസ്സേജ് ഫോണിൽ കൂടെ ജനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കുമെന്നുള്ള ധാരണയിൽ അദ്ദേഹത്തോട് ചോദിക്കുകയും സ്ക്രിപ്റ്റ് അയച്ചു തന്നാൽ മതി, ഞാൻ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, എവിടെ വെച്ചാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയും പിന്നെ അവസാനം ഞാനത് ഒരു സ്ക്രിപ്റ്റ് പോലെ എഴുതി അദ്ദേഹത്തിന് ഫോണിലൂടെ അയച്ചു കൊടുത്തു, വാട്സാപ്പിലൂടെ. അദ്ദേഹത്തിന് നേരിട്ട് കണ്ടൊന്നുമില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും നന്നായി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ശൈലിയിൽ കുറേ ആശയങ്ങളും കൂടെ കൂടുതലായിട്ടിട്ട് ഒരു നല്ല സ്റ്റുഡിയോയിൽ പോയിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടിയുള്ള ശബ്ദത്തിൽ ആ ഗാംഭീര്യമായിട്ടുള്ള ശബ്ദത്തിൽ ഒരു ഓഡിയോ ബിറ്റ് റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. മതിയോ എന്ന് ചോദിച്ചു. ഞാൻ അയ്യോ ധാരാളം മതി, താങ്ക് യു. അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട്, ഒറ്റ പൈസ പോലും അതിന് അദ്ദേഹം ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തില്ല. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏത് നമ്പറിലേക്ക് ആര് വിളിച്ചാലും ഞങ്ങൾ ഈ റിങ് എന്നുള്ള ആ ശബ്ദം കേൾക്കുന്നതിന് പകരം സുരേഷ് ഗോപിയുടെ ഈ ശബ്ദം ഞങ്ങൾ അതിനകത്തേക്ക് ചേർത്തു. അതിനു വേണ്ടി ഞങ്ങൾ BSNLന് കത്ത് നൽകിയിട്ട് ഈ ക്ലിപ്പും കൂടെ ആഡ് ചെയ്ത് അവർക്ക് അയച്ചപ്പോൾ അവരത് ഫോണുകളിലേക്ക് ഇടുകയും അങ്ങനെ ഞങ്ങളുടെ എല്ലാ ഫോണുകളിലും ആ സുരേഷ് ഗോപിയുടെ ശബ്ദം കുറേ നാളത്തേക്ക് 1.5-2 വർഷത്തോളം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് മാറിയ ശേഷവും ഒരുപാട് നാളുകൾ ഇതിങ്ങനെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അത് മാറിയെന്ന് തോന്നുന്നു. അത് വലിയൊരു അവബോധം ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിച്ചു എന്നെനിക്കറിയാം. റോഡിലിറങ്ങി എൻ്റെ ഓഫീസേഴ്സുമായിട്ട് ചേർന്ന് ചില സമയങ്ങളിൽ വാഹന പരിശോധന നടത്തിയിരുന്നു. വളരെ കർശനമായിട്ട് ഫാൻസി നമ്പർ പ്ലേറ്റ് വെച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങൾ, റൂളിംഗ് ഫിലിം ഒട്ടിച്ചുകൊണ്ട് പോയ വാഹനങ്ങൾ, അങ്ങനെ എറണാകുളത്തൊരു സ്ഥലത്ത് നിന്ന് തടഞ്ഞ് രാവിലെ 6:30 മണിക്ക് തുടങ്ങി 1 മണിക്കൂറോളം വലിയ വെയിലൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ആ ഒരു ചെക്കിങ് നടത്തി കുറേ കേസുകൾ പിടിക്കുകയും അതിന് കുറച്ച് പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്തു. ഒരുപാട് പൊതുജന സമ്പർക്ക പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് റോഡ് സേഫ്റ്റി വീക്ക് എന്ന് പറഞ്ഞൊരു ആഴ്ച വരും എല്ലാ വർഷവും. ആ ആഴ്ചയിൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പ്രതിജ്ഞ വായിക്കുക, അവിടെയൊക്കെ പോയി പരിപാടികൾ നടത്തുക. കേരളത്തിലുള്ള ഒരു പ്രശസ്തനായിട്ടുള്ളൊരു ഡോക്ടറുണ്ട്, അദ്ദേഹം നല്ല ഓട്ടം തുള്ളൽ കലാകാരനും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് വരുത്തി ഒരു ഓട്ടം തുള്ളൽ രീതിയിൽ ട്രാഫിക് അവയർനെസ്സിൻ്റെ ഒരു പരിപാടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹം അത് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും അത് അവതരിപ്പിച്ചു. നല്ല രസമായിരുന്നു കാണാൻ, ഓട്ടം തുള്ളലിലൂടെ തമാശയോടുകൂടി പറയുന്നത് കാര്യങ്ങൾ. വലിയ അപ്രീസിയേഷൻ ആയിരുന്നു അതിന്. മാജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ ഒരു മാജിക് ഷോ എല്ലാ ജില്ലകളിലും, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഞങ്ങൾ ഓർഗനൈസ് ചെയ്ത് അത് അദ്ദേഹം വളരെ നല്ല രീതിയിൽ പലതരത്തിലുള്ള മെസ്സേജുകൾ, റോഡ് സേഫ്റ്റിയുടെ മെസ്സേജുകളും, എന്തുകൊണ്ടാണ് ഇത്രയധികം ആക്സിഡൻറ്റുകൾ ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വലിയ വ്യാപകമായിട്ടുള്ള ഒരു അവയർനെസ് അത് വഴി കൊടുക്കാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് ഈ പോസ്റ്റിനെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ജുഡീഷ്യൽ അധികാരവും കൂടെ വരുന്നുണ്ട്. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന പേരിൽ ഒരു ജുഡീഷ്യൽ സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിൻ്റെയും കൂടെ കമ്മീഷണറാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള തർക്കങ്ങൾ ഒരു കോടതി പോലെ ഇരുന്ന് പരിഹരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വഴുതയ്ക്കായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഭവനിൽ ഒരു കോൺഫറൻസ് ഹാള് താഴെയുണ്ട്, ഒരു കമ്മിറ്റി റൂം പോലെയുള്ള. അതോറിറ്റിയുടെ മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജിയുടെ പദവിയാണ് എനിക്ക്. അവിടെ വക്കീലന്മാർ വന്ന് യുവർ ഓണർ എന്ന് വിളിച്ച് സംസാരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആദ്യമൊക്കെ വളരെ അരോചകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷേ പിന്നീട് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത് എന്ന്. ഇതിനെ ഈ ഇൻ്റർസ്റ്റേറ്റ് പെർമിറ്റുകൾ, ഒരു പ്രൈവറ്റ് ബസ് ഓടിക്കാനുള്ള പെർമിറ്റ്, KSRTCയും സ്വകാര്യ ബസ്സും തമ്മിലുള്ള എന്തെങ്കിലും തർക്കം വന്നാൽ അത് തീരുമാനിക്കാനുള്ള കാര്യങ്ങൾ, പുതിയ റൂട്ട് ഉണ്ടാക്കിയെടുക്കുക, കേരള മോട്ടോർ വെഹിക്കിൾസ് ആക്ട്, അതുപോലെ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആക്ട് എന്നൊക്കെ പറയുന്ന 2-3 ആക്റ്റുകളുണ്ട്. ഈ ആക്റ്റുകൾ അനുസരിച്ചിട്ടുള്ള കുറച്ച് ജുഡീഷ്യൽ അധികാരങ്ങൾ അവിടെ വെച്ചാണ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ബസ്സിൻ്റെ ട്രാൻസ്ഫറിൻ്റെ പ്രശ്നമുണ്ടാകും, ഒരു പെർമിറ്റ് ട്രാൻസ്ഫറിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, ചില റൂട്ട് അധികമായിട്ട് അലോട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും. എങ്ങനെ അത് ജനസൗകര്യാർത്ഥം നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നുള്ള ഈ അതോറിറ്റിയെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ഇരുന്നു കൊണ്ട് ഞാൻ പലവട്ടം ഇതുപോലെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മീറ്റിങ്ങുകൾ കൺവീൻ ചെയ്ത്
ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് അതോറിറ്റി കാണും. ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെയാണ് ആ പോസ്റ്റ് വഹിക്കുന്നത്. കൂടാതെ 2-3 നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടാവും. ഗവൺമെൻറ് തലത്തിൽ നിന്ന് തീരുമാനിച്ച് തിരഞ്ഞെടുത്ത് വെക്കുന്നതാണ്. ഒരു എക്സ്പേർട്ടും ഉണ്ടാവും. ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നാണ് തീരുമാനം എടുക്കുന്നത്. പിന്നീട് ചർച്ചകൾ നടത്തി അതിന് പരിഹാരമുണ്ടാക്കി ഒരു പ്രൊസീഡിങ്സ് പോലെ എഴുതി മിനിറ്റൊക്കെ ചെയ്തിട്ട് ഒപ്പിട്ടൊക്കെ അത് പബ്ലിഷ് ചെയ്യണം. ഇത് കൂടാതെ കേരള സ്റ്റേറ്റ് റോഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റിയും കൂടെ സർക്കാർ സെറ്റപ്പ് ചെയ്തു. അതിനുവേണ്ടി കേരള റോഡ് സേഫ്റ്റി ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ടും നിലവിലുണ്ട്. ഇത് ഉണ്ടാക്കിയെടുത്തതിൻ്റെ കാരണം കേന്ദ്ര സർക്കാരിൽ നിന്ന് കുറച്ചധികം ഫണ്ട് കേരളത്തിലേക്ക് വരും. റോഡിൻ്റെ പരിതാപസ്ഥിതി ഉണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ, ആക്സിഡൻറ്റുകൾ കുറയ്ക്കാൻ, പുതിയ എന്തെങ്കിലും നവീകരണം റോഡ് മേഖലയിൽ ചെയ്യാൻ, ഗതാഗത മേഖലയിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ വരുത്താം, അതൊക്കെ നടപ്പിലാക്കാനൊക്കെ. എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് ഈ കാശ് കിട്ടുന്നത്? നമ്മുടെ നിരത്തുകളിൽ ഓടുന്ന വാഹനങ്ങളുടെ പെട്രോൾ സെസ് എന്ന് പറയുന്നത് പെട്രോൾ കമ്പനികൾ കേന്ദ്രത്തിന് കൊടുക്കാറുണ്ട്. 1 കിലോമീറ്റർ ഒരു വാഹനം ഓടിക്കഴിയുമ്പോൾ അതിനൊരു 1 രൂപയോ 10 രൂപയോ എന്താ വെച്ചൊരു പെട്രോൾ കമ്പനികൾ അവർക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്ന് ഒരു വലിയ എമൗണ്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും വാഹനങ്ങളുടെ ഏകദേശ നമ്പറുകളും റോഡിൻ്റെ വലിപ്പവും അനുസരിച്ച് അത് സംസ്ഥാനങ്ങൾക്ക് വിഹിതം വെച്ച് നൽകുകയും ചെയ്യും. ചില വർഷം അത് വളരെ നല്ലൊരു തുകയായിട്ട് മാറാറുണ്ട്. ചില വർഷങ്ങളിൽ 100 കോടിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു 80 കോടി വരെ കിട്ടിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും ഞാൻ നേരത്തെ ഉള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഈ ഫണ്ട് സംസ്ഥാന സർക്കാർ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരേണ്ടതാണ്. പക്ഷെ പലപ്പോഴും അവരത് കൃത്യസമയത്ത് തരാറില്ല. അപ്പോൾ വലിയ ഡിലേ വരും. ഒരുപാട് കഷ്ടപ്പെട്ട് ചോദിച്ച് മടുത്ത് കഴിയുമ്പോഴായിരിക്കും കുറച്ചായിട്ട് തരുന്നത്. റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാൻ മന്ത്രിയാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇതുപോലെയുള്ള റോഡ് സേഫ്റ്റി അതോറിറ്റി മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ PWDയുടെ മന്ത്രി വൈസ് പ്രസിഡന്റ് ആണ്. ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു മെമ്പർ ആയിരിക്കും. DGP ഒരു മെമ്പറാണ്. PWD ഹെൽത്തിലെ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ, ഫൈനാൻസിലേക്ക് സെക്രട്ടറിമാരൊക്കെ ഇതിനകത്ത് അംഗങ്ങളാണ്. അംഗങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഫണ്ട് എങ്ങനെ വിനിയോഗം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഒരുപാട് പ്രപ്പോസൽസ് വരും. നാറ്റ്പാക്കിന്റെ പ്രപ്പോസൽസ് കാണും, കെൽട്രോണിന്റെ പ്രപ്പോസൽസ് കാണും, പോലീസിൽ നിന്ന് തരും, ഹെൽത്ത് വകുപ്പിൽ നിന്ന് തരും, എഡ്യൂക്കേഷൻ വകുപ്പിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള അവയർനെസ് ക്യാമ്പയിനുകൾ സ്കൂളുകളിലും കോളേജുകളിലും നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് വരും. പല ജില്ലകളിൽ നിന്നും കളക്ടേഴ്സ് ഫണ്ട് ചോദിക്കും, അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ചില SP-മാർ ഫണ്ട് ചോദിക്കും. ചില പുതിയ പ്രോജക്റ്റ് പ്രപ്പോസൽസ് വരും. അപ്പോൾ അതൊക്കെ വെച്ച് ഡിസ്കസ് ചെയ്ത് റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ അത് പാസ്സാക്കി പൈസ വിനിയോഗം ചെയ്ത് അതങ്ങനെ വീതം വെച്ച് കൊടുത്ത് അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി അടുത്ത ഫണ്ടിന് വേണ്ടി പോകണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി നടത്തുക. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടിരുന്നു കൊണ്ട് എല്ലാ RTO ഓഫീസുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാക്കുക. ചെക്ക് പോസ്റ്റുകളിലെല്ലാം വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എല്ലാ ചെക്ക് പോസ്റ്റും നല്ല രീതിയിൽ അഴിമതിരഹിതമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. റോഡ് ആക്സിഡൻറ്റും റോഡ് അപകടങ്ങളും മരണങ്ങളും പരമാവധി കുറയ്ക്കുക. ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ചുമതലയെങ്കിൽ ഒരു ജുഡീഷ്യൽ സ്ഥാനത്തിരുന്നു കൊണ്ട് മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നുള്ള ഒരു പദവി ഉപയോഗിക്കുന്നത്. റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നത് എങ്ങനെയാണ് റോഡ് സേഫ്റ്റി മെച്ചപ്പെടുത്തേണ്ടത് എന്നതിനെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ 3 പദവികളാണ് ആ സമയം ഞാൻ വഹിച്ചിരുന്നത്. അവബോധ ക്യാമ്പുകളും റോഡ് സേഫ്റ്റി വീക്കിൻ്റെ സമയത്ത് നടത്തുന്ന പരിപാടികളും ഒക്കെ നമ്മളൊരു പ്രപ്പോസലായിട്ട് വെച്ചിട്ടായിരിക്കും സാധാരണ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ചെയ്യുന്നത്. ശബരിമല ഫെസ്റ്റിവൽ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കേരളത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചു വരുന്ന ഒരു സീസണും ഉണ്ട്, നവംബർ മുതൽ ജനുവരി വരെ. അപ്പോൾ ആ സമയത്തേക്ക് ഒരു സേഫ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് സേഫ് സോൺ പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി മോട്ടോർ വാഹന വകുപ്പ് കുറച്ച് നാൾ മുമ്പ് കൊണ്ടുവരികയും അത് നടപ്പിലാക്കിക്കൊണ്ട് വരികയായിരുന്നു. ഒരുപാട് ആക്സിഡൻറ്റുകൾ ശബരിമലയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതുപോലെ സേഫ് സോൺ പദ്ധതിയായിട്ടൊരു പദ്ധതി രൂപീകരിച്ച് നടത്തിയിരുന്നത്. കുറേ അധികം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്കീം തയ്യാറാക്കി. ഈ സ്കീം വഴി പലയിടത്തായിട്ട് വാഹനങ്ങൾ വിന്യസിച്ചുകൊണ്ടും പലയിടത്ത് ക്യാമറകൾ ഫിറ്റ് ചെയ്തുകൊണ്ടും പലതരത്തിലുള്ള സ്പീഡ് നിയന്ത്രിത സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചുകൊണ്ട് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയയിൽ പ്രത്യേക വാർണിംഗ് കൊടുത്തുകൊണ്ട് എല്ലാ മോട്ടോർ കമ്പനികളുമായിട്ട് ചർച്ച ചെയ്ത്, പ്രത്യേകിച്ച് വാഹനങ്ങളുടെ റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളുമായി ചർച്ച ചെയ്ത് അവരുടെ എല്ലാവരുടെയും ഓരോ ടീമിനെ വെച്ച് ഞങ്ങൾ റിക്രൂട്ട് ചെയ്തെടുക്കും. ഏതെങ്കിലും വണ്ടി, ഭക്തജനങ്ങളുടെ വണ്ടി എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ഡൗൺ ആയാൽ 5 മിനിറ്റിൽ വന്ന് ആ വണ്ടി അവിടെ നിന്ന് മാറ്റി റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ്. അപ്പോൾ എല്ലാ വാഹന കമ്പനികളുടെയും മെക്കാനിക്കുമാരുടെ ഒരു സംഘം ഞങ്ങളെ സഹായിക്കാൻ ആ സമയത്ത് കൂടെ ഉണ്ടാവും. ശബരിമല കൺട്രോൾ റൂമായിട്ട് ഞങ്ങൾ അവിടെ തുടങ്ങി ഇതെല്ലാം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിൽ കൊണ്ടുവരികയും 2014 ശബരിമല തീർത്ഥാടന സമയത്ത്
ഒരൊറ്റ മരണം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യം തന്നിരുന്നു. അഴിമതി നിരോധന വകുപ്പിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ ലഭിച്ചിരുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരുന്നു, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരുന്നു. എല്ലാ വിജിലൻസ് ഓഫീസേഴ്സിനും വളരെയധികം ഉത്സാഹമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി ഒരു റെയ്ഡ് നടത്തുക എന്നുള്ളത്. കാരണം എന്തെങ്കിലും കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അഴിമതി വളരെ കൂടുതലുള്ള ഒരു വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് എന്ന് വിജിലൻസിലിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ചെക്ക് പോസ്റ്റുകളിൽ പോയി റെയ്ഡ് നടത്തുമ്പോഴും ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയിരുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ്. അതുപോലെ ചില സർപ്രൈസ് ചെക്കുകൾ സ്റ്റേറ്റ് വൈഡായിട്ട് നടത്തുമ്പോൾ നല്ല കുറേ കേസുകൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് കിട്ടാറുണ്ട്. ട്രാപ്പുകൾ ഒരുപാട് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് കിട്ടാറുണ്ട്. വലിയ അഴിമതിയുള്ള ഒരു വകുപ്പാണ് ഇത് എന്ന വിശ്വാസത്തിൽ പോയാണ് ഞാൻ ചാർജ് എടുത്തത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും ഇല്ല എന്ന്. ഏത് വകുപ്പ് പോലെയുമുള്ള അഴിമതിക്കാരൊക്കെ അതിനകത്തും ഉള്ളൂ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിലും കുറച്ചും കൂടെ വഷളാണ്. പക്ഷേ പലപ്പോഴും അതൊന്നും പുറത്ത് വരാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഴിമതികൾക്ക് നേരെ വിജിലൻസ് പലപ്പോഴും കണ്ണടയ്ക്കാറുണ്ട്. അത് അത്ര അസഹനീയമാകുമ്പോഴാണ് വിജിലൻസ് പോയി അതൊക്കെ പരിശോധിക്കുകയും ആരെങ്കിലും പിടിക്കുകയും ചെയ്യുന്നത്. പോലീസും വിജിലൻസും സിബ്ലിങ്സ് ആണല്ലോ, അത് സഹോദരങ്ങളാണല്ലോ. പക്ഷേ യൂണിഫോം ഇടുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ പോലും മോട്ടോർ വാഹന വകുപ്പ് വേറെ ഒരു വകുപ്പാണ്. അതുകൊണ്ട് അവിടെ പോയി പിടിക്കാനും അവിടെ കേസെടുക്കാനും ഒക്കെ വലിയ ഉത്സാഹമാണ് എല്ലാ വിജിലൻസുകാർക്കും. ഋഷിരാജ് സാറ് ജോലി ചെയ്തിരുന്ന സമയത്ത് വകുപ്പിന് വലിയതായിട്ട് അഴിമതിയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വേഷം മാറിയൊക്കെ പോയി ചെക്ക് പോസ്റ്റുകളിലൊക്കെ പരിശോധനയൊക്കെ നടത്താറുണ്ട് എന്നൊക്കെ പത്രത്തിലൂടെ നമ്മൾ വായിച്ചിട്ടുള്ളതാണല്ലോ. അവിടെ ചെന്നപ്പോഴും ആദ്യം ഞാൻ ഇതാണ് പറഞ്ഞത്, അഴിമതി കഴിയുന്നതും ഒഴിവാക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാനായിരിക്കും ആദ്യം വിജിലൻസുകാരെ വിളിക്കുന്നത് എന്ന് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കറിയാം മോട്ടോർ വാഹന വകുപ്പിൽ എങ്ങനെയൊക്കെയാണ് പൈസ കിട്ടുന്നത് എന്നുള്ളതും എനിക്കറിയാം. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ഇരിക്കുന്ന ആൾക്ക് ഒരു മാസം ഒരു 5 ലക്ഷം രൂപ കിട്ടും, കൊണ്ടുവന്ന് കൊടുക്കും. അവിടുത്തെ തന്നെ ഒരു സെറ്റപ്പ് ഓഫീസിൽ തന്നെ ഇരിക്കുന്ന ഒരാൾ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അനിൽ എന്ന് പേരുള്ള ഒരു SI എൻ്റെ കൂടെ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ പോയി ചോദിച്ചു എന്ന് പറയുന്നുണ്ട്, മാഡം എങ്ങനെയാണ് വാങ്ങിക്കുമോ, ഞങ്ങൾ പിരിക്കുന്ന തുകയുടെ ഒരു ശതമാനം, ഒരു പർട്ടിക്കുലർ ശതമാനം മാഡത്തിന് കൊടുത്തു കഴിഞ്ഞാൽ മാഡം അത് സ്വീകരിക്കുമോ എന്നൊക്കെ പോയി ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് പോകരുതേ, മാഡം പുകച്ച് പുറത്ത് ചാടിക്കും എന്ന് പറഞ്ഞ് അനിൽ പേടിപ്പിച്ച് വിട്ടിട്ടുണ്ട് അവരെയൊക്കെ. പക്ഷേ എൻ്റെ ഓഫീസിൽ പോലും ഒരു പിൻവാതിലുണ്ടായിരുന്നുവെന്നും അതിലൂടെ ആൾക്കാർ കയറി വന്ന് പല കാര്യങ്ങളും നടത്തിയിട്ട് പോകുമെന്നും. കാരണം ഒരുപാട് ഫയലുകൾ പലതിനും വേണ്ടി അവിടെ പെൻഡിങ്ങിലിരിക്കുമല്ലോ. നമ്മുടെ വലിയ എമൗണ്ടുകളുള്ള ചില കാര്യങ്ങളും ഒക്കെ രൂപയുടെ കളിയാണ് അവിടെ. പിൻവാതിൽ എന്ന് പറയുന്നത് ഞാനത് അടച്ചു, അതവിടെ പൂർണ്ണമായിട്ട് അടച്ച് അതിൻ്റെ താക്കോല് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു. എല്ലാവരും മുൻവാതിലിൽ കൂടെ കയറിയാൽ മതി എന്നുള്ള ഒരു ആദ്യമായിട്ടുള്ളൊരു നിബന്ധന കൊണ്ടുവന്നത് ഞാനാണ്. ആര് മോട്ടോർ വാഹന വകുപ്പിൽ കയറുന്നു അവർ മുൻവാതിലൂടെ വന്നാൽ മതി എന്ന്. പിന്നെ അവിടെ കേടായി കിടന്ന എല്ലാ CCTV ക്യാമറകളും ഞാൻ നന്നാക്കി. ഓഫീസിനകത്ത് മുഴുവനും CCTV ക്യാമറ സർവൈലൻസ് കൊണ്ടുവരികയും അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെപ്പിച്ചു, നിങ്ങൾ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഇവിടെ പൈസ കൊടുക്കരുത്, അനധികൃതമായിട്ടുള്ള കാശ് കൊടുക്കരുത്, പൈസ അടയ്ക്കുന്നതും എല്ലാം ചെല്ലാൻ വഴി, ട്രഷറി വഴി, ഇന്ന അക്കൗണ്ട് വഴി മാത്രമേ ചെയ്യാവുള്ളൂ, ഇവിടെ പൈസയായിട്ട് ആരും കൊണ്ടുവരരുത് എന്ന് നിർബന്ധം പിടിച്ചു. എല്ലാ RT ഓഫീസുകളിലും സബ് RT ഓഫീസുകളിലും എൻ്റെ ഹെഡ് ഓഫീസിലുമൊക്കെ ഒരു രജിസ്റ്റർ കൃത്യമായിട്ട് സൂക്ഷിക്കാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തു. രാവിലെ വരുമ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരും അതിനകത്ത് നമ്മുടെ കയ്യിൽ എത്ര രൂപ കാശായിട്ടുണ്ട് എന്നുള്ളത് എഴുതി വെക്കണം. ഓഫീസിൽ എന്തൊക്കെ കാശുണ്ട്, എത്രയാണ് ഒഫീഷ്യൽ ക്യാഷ്, എത്രയാണ് പേഴ്സണൽ ക്യാഷ് എന്നുള്ളത് എല്ലാ ദിവസവും എഴുതി വെച്ചിട്ട് പോകണം. അത് സേഫാണ്. കാരണം വിജിലൻസുകാർ എപ്പോഴാണ് കയറി വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അവർ വന്ന് കയറുമ്പോൾ ഇത് ഏത് രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ, ഇത് രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ കാശാണ്, ഇനി ആവശ്യത്തിന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി കേസ് തീരും. അങ്ങനെയുള്ള ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി അവിടെ അഴിമതി ഇല്ലാതാക്കി ഒരു പരിധിവരെ എന്ന ഒരു വലിയ വിശ്വാസം എനിക്കുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ടാവും. ഏജൻറ്റുമാരും ഒക്കെ ഉള്ള ഒരു വകുപ്പാണ്. കേരള സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന വകുപ്പ് റവന്യൂ വകുപ്പാണ്. ആയിരിക്കണമല്ലോ, റവന്യൂ എന്ന് പറഞ്ഞാൽ തന്നെ ഫൈനാൻസ് അല്ലേ. ഇപ്പോൾ ടാക്സ് കളക്ഷനിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം റവന്യൂ വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ രണ്ടാമത്തെ സ്ഥാനം എക്സൈസിനാണ് കിട്ടിയിരുന്നത്. മദ്യവിൽപ്പനയിലൂടെ കിട്ടുന്ന ലാഭം, അതാണ് എക്സൈസുകാർ കൊടുക്കുന്ന വരുമാനം ടാക്സ് ആയിട്ട് പിരിക്കുന്നത്. മൂന്നാമത്തെ സ്ഥാനമായിരുന്നു എപ്പോഴും മോട്ടോർ വാഹന വകുപ്പിന്. എന്നാലും ഒരു വർഷം 3000 മുതൽ 4000 കോടി രൂപ വരെ മോട്ടോർ വാഹന വകുപ്പ് കേരള സർക്കാരിലേക്ക് അടയ്ക്കുമായിരുന്നു ടാക്സ് ഇനത്തിൽ. എല്ലാ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്യുമ്പോഴും എടുക്കുന്ന ടാക്സ്, അതുപോലെ ഫൈന്, പിഴ ഇനത്തിലെടുക്കുന്ന ടാക്സുകൾ, ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് ചെയ്യുന്ന ജോലി പ്രവൃത്തി, ഇതൊക്കെ കൂടിയാണ് ഒരു 3000-4000 കോടിയുടെ അടുത്ത് വരുന്നത്. 2014 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഇത് 4000 ആക്കി കൂട്ടാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചത് വലിയൊരു ചരിത്ര മുഹൂർത്തമായിട്ട് ഞാൻ പലപ്പോഴും ആ സമയത്ത് അഹങ്കരിച്ചിട്ടുണ്ട്.
ലക്ഷറി വാഹനങ്ങളുടെ ടാക്സ് പെട്ടെന്ന് വർദ്ധിപ്പിച്ചു. മോട്ടോർ വാഹന നിയമത്തിൽ കേരളത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി. അതൊക്കെ കൊണ്ടാണ് എന്ന് പറയാതെ വയ്യ. ഇടയ്ക്കിടയ്ക്ക് പോയി ഞാൻ പല സ്ഥലത്തായി വാഹന ഗതാഗതം ചെക്ക് ചെയ്യുകയും അതിൽ നിന്നുള്ള പിഴ ഈടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കൃത്യമായിട്ട് പിരിക്കുന്ന തുക അതെല്ലാം വരവ് വെച്ചുകൊണ്ട് ഉള്ള ഒരു കണക്കെടുപ്പായിരുന്നു നടന്നിരുന്നത്. ഒന്നും അനധികൃതമായിട്ട് പലരുടെയും കയ്യിൽ പോകാനുള്ള അനുവാദമില്ലാതെ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് തന്നെ അയക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ചെക്കുകൾ ഞാൻ ഒപ്പിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ കാശിങ്ങനെ കൈ കൂടി ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത്രയധികം പൈസ ഉണ്ടോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ഫൈനാൻസിൻ്റെ പലതരത്തിലുള്ള മീറ്റിങ്ങുകളും ആ സമയം വരുമ്പോൾ ഫൈനാൻസ് സെക്രട്ടറി ചോദിക്കും, ഇത് പോരല്ലോ, ശ്രീലേഖയെ കൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാൻ സാധിക്കുമല്ലോ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതി വരെ എത്തി. ഇത്രയധികം ആത്മാർത്ഥതയോടുകൂടി ആരും സർക്കാരിന് വേണ്ടി കാശ് പിരിച്ച് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്നിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുകയായിരുന്നു, കൂടുതൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് പോലെ. വളരെയധികം പുതിയ കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിന് ശേഷം ചെയ്തിരുന്നു. അതേക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ നിങ്ങളോട് പറയാം. സസ്നേഹം, ശ്രീലേഖ.